അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 5ാം ക്ലാസ് അഖ്ലാഖ് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? വേർതിരിക്കാം. 2 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന്, ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. രണ്ടാമതായി, മനസ്സിൻ്റെ രോഗങ്ങൾ. ഇങ്ങനെ 2 കാര്യങ്ങളാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ആൻസർ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കോപം, ദുശ്ചിന്ത, ഇൽമ് പഠിക്കുക, ലോകമാന്യം, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അസൂയ. അത് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്കത് വേർതിരിക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. ഒന്നാമതെന്താ? ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. എന്താണ് അതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി 8ാമത്തെ പേജ് 3ാമത്തെ പാഠം, ഹൃദയം സംശുദ്ധമാവട്ടെ. അതിൽ പറയുന്നുണ്ട്, അതിൻ്റെ ആദ്യ ഭാഗത്ത് മനസ്സിൻ്റെ രോഗങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അവസാനത്തിൻ്റെ തൊട്ടുമുള്ള പാരഗ്രാഫ് അതാ, ഇൽമ് പഠിക്കുക, നല്ലവരുമായി കൂട്ടുകൂടുക, ആരാധനാകർമ്മങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അപ്പോൾ ഇവിടെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ബ്രാക്കറ്റിലുള്ളതിൽ ഏതാണ് ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്? 3ാമതായിട്ട് കൊടുത്തത് ഇൽമ് പഠിക്കുക. അപ്പോൾ അതവിടെ ഇതാ. പിന്നെ അങ്ങനെ പോന്ന് 5ാമതായ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ 2 കാര്യങ്ങൾ എടുത്ത് അവിടേക്ക് എഴുതുക. ഇനി രണ്ടാമത് എന്താ? മനസ്സിൻ്റെ രോഗങ്ങൾ. അതേതൊക്കെയാണ്? നമ്മൾ ആ പാഠത്തിൽ ആദ്യ ഭാഗത്ത് 2ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം തുടങ്ങിയവയാണ് മനസ്സിൻ്റെ രോഗങ്ങൾ. നമ്മുടെ ബ്രാക്കറ്റിൽ ഏതൊക്കെയാണ് വന്നിട്ടുള്ളത്? കോപം അതുണ്ട്, അപ്പോൾ അതവിടേക്ക് എഴുതാം. പിന്നെ ദുശ്ചിന്ത, അതും താഴേക്ക് എഴുതാം. പിന്നെ ലോകമാന്യം അതുണ്ട്, അതും താഴേക്ക് എഴുതാം. പിന്നെ അവസാനം അസൂയ, അതും താഴേക്ക് എഴുതാം. അപ്പോൾ അതാണ് മനസ്സിൻ്റെ രോഗങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1, ഖൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന്. അവിടെ എഴുതേണ്ടത് ഇൽമ് പഠിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. 2, മനസ്സിൻ്റെ രോഗങ്ങൾ. അവിടെ എഴുതേണ്ടത് കോപം, ദുശ്ചിന്ത, ലോകമാന്യം, അസൂയ. 2ാമത്തെ പാരഗ്രാഫ് പൂർത്തിയാക്കാം. 5 ചോദ്യങ്ങളാണുള്ളത്. അതിൻ്റെ അവസാന ഭാഗം 1-2 വാക്കുകളൊക്കെ ചേർത്ത് പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. 1ാമത്തെ ചോദ്യം എന്താ? ഖൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് ഡാഷ്. എന്താണ് ചെയ്യാൻ കഴിയുക? അതിൻ്റെ ആൻസർ നമ്മുടെ അതേ പാഠത്തിൽ തന്നെ, അഥവാ 3ാമത്തെ പാഠത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നു. ഖൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും. അപ്പോൾ ഇവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? ഖൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 2ാമത്തെ ചോദ്യം, നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഡാഷ്. എന്താണ് നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക? ഇനി അവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? 6ാമത്തെ പേജ് 2ാമത്തെ പാഠത്തിലെ ഏകദേശം അവസാന ഭാഗത്തത ആത്മാർത്ഥതയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി നബി തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അന്തഅബ്ദുല്ലാഹ കന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. അത് ചോദ്യമായിട്ട് വന്നാൽ അത് ആൻസർ എഴുതാം, അർത്ഥം എഴുതാം. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. ശേഷമാണ് പറയുന്നത് നമ്മൾ ആൻസറിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക ഹൃദയത്തോടെ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക കഴിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഹൃദയത്തോടെ ആയിരിക്കണം എന്നാണ്. ഇനി 3ാമത്തെ ചോദ്യം, അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം ഡാഷ്. അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം. അവിടെ എന്താണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത്? അതേ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത്, അഥവാ 7ാമത്തെ പേജിൽ ആദ്യ ഭാഗത്ത് പറയുന്നു. അതിലെ 2ാമത്തെ വരി, ഒരു അമൽ കൊണ്ടും ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചേർത്ത് കൊടുക്കുക? അമൽ കൊണ്ട് ആരോഗ്യപരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കരുത് എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 4ാമത്തെ ചോദ്യം എന്താ? നന്മ ചീത്ത കാര്യങ്ങളെ അവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? അതിൻ്റെ ആൻസർ കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 4 മറിച്ച് നോക്കാം. അതിൽ പേജ് നമ്പർ 4 3ാമത്തെ പാരഗ്രാഫ് പറയുന്നത് ശ്രദ്ധിക്കുക. നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തഖ്വ ചെയ്യുക. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും.
അപ്പോൾ ഇവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? നന്മ ചീത്ത കാര്യങ്ങളെ കഴിഞ്ഞിട്ട് മായിച്ചു കളയും എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ? ചീത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉടനെ ഡാഷ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിടത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. അപ്പോൾ അവിടെ ചേർത്ത് വെക്കേണ്ടത് സൽക്കർമ്മം ചെയ്യുക എന്നാണ്. ഉത്തരങ്ങളൊന്നുകൂടി പറയാം. 1. ഖൽബിനെ രോഗം വരാതെ സൂക്ഷിച്ചാൽ നമുക്ക് അവിടെ ചേർക്കേണ്ടത് വിജയിക്കാൻ കഴിയും. 2. നമ്മുടെ ഇബാദത്തുകൾ നിഷ്കളങ്ക അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഹൃദയത്തോടെ ആയിരിക്കണം. 3. അമലുകൊണ്ട് ആരോഗ്യപരമായ നേട്ടം അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മാത്രം ഉദ്ദേശിക്കരുത്. 4. നന്മ ചീത്ത കാര്യങ്ങളെ അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് മായിച്ചു കളയും. 5. ചീത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉടനെ അവിടെ ചേർക്കേണ്ടത് സൽക്കർമ്മം ചെയ്യുക. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കി എഴുതാം. ഇവിടെ ഓർഡർ തെറ്റിച്ചിട്ട് 1-2 ഹദീസുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളൊന്ന് ഓർഡർ ശരിയാക്കി ക്രമത്തിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്നെന്താണ്? ബിഖുലുഖിൻ ഖാലിഖിൻ അന്നാസ ഹസനിൻ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. അത് കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 4 നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ആൻസറുകളൊക്കെ വായിച്ചതിൻ്റെ തൊട്ട് താഴെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. ഇതുപോലെ ഹദീസുകൾ ആയത്തുകളൊക്കെ വരുമ്പോൾ മുഴുവനായിട്ട് അർത്ഥം പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം പൂരിപ്പിക്കാനായിരിക്കും, ചിലപ്പോൾ അതേപോലെ ഓർഡർ ശരിയാക്കാനായിരിക്കും, ചിലപ്പോൾ അർത്ഥം എഴുതാനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചു വെക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഖാലിഖ് എന്നാണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ രണ്ടാമത് അന്നാസ, മൂന്നാമത് ബിഖുലുഖിൻ, നാലാമത് ഹസനിൻ. അപ്പോൾ ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ എന്നാവും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ? ഖൽഖി ഖുലുഖി അല്ലാഹുമ്മ ഹസ്സൻത ഫഅഹ്സിൻ. അതെങ്ങനെ ചേർത്ത് കൊടുക്കേണ്ടത്? നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ. 3-ാമത്തെ പേജിൽ 3-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. എന്താ? അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അപ്പോൾ എങ്ങനെ അവിടെ ചേർത്ത് കൊടുക്കാം? അല്ലാഹുമ്മ ഹസ്സൻത എന്നുള്ളത് ഒന്നാമതായിട്ട്, പിന്നെ ഖൽഖി എന്നുള്ളത് 2, പിന്നെ ഫഅഹ്സിൻ എന്നുള്ളത് 3-ാമതായിട്ട്, അവസാനം 4-ാമതായിട്ട് ഖുലുഖി. അപ്പോൾ അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. അർത്ഥം മനസ്സിലാക്കുക. എന്താണ്? അല്ലാഹുവേ, നീ എൻ്റെ സൃഷ്ടിപ്പിനെ നന്നാക്കി, എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണമേ. കൂടെ അർത്ഥം കൂടി പഠിച്ചു വെക്കുക. ഉത്തരങ്ങളൊന്നും കൂടി പറയുന്നു. 1. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. 2. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ഇനി 4-ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 6 ചോദ്യങ്ങളുണ്ട്. 1-ാമത്തെ ചോദ്യം, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഏത്? അത് നന്നായാൽ ശരീരം മുഴുവനും നന്നാകും. ഏതാണത്? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 8 3-ാമത്തെ പാഠം ഹൃദയം സംശുദ്ധമാവട്ടെ. ആ പാഠത്തിൽ 3-ാമത്തെ പാരഗ്രാഫിലാണ് പറയുന്നത്, മനസ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. അവിടെ തന്നെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എന്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് മറ്റവയവങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദ്യം വരാം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇനി പറയുന്നത് അതാ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു. അറിയുക, അതാണ് ഖൽബ്. വളരെ പ്രധാനപ്പെട്ട ഹദീസാണ്. അതിൻ്റെ അർത്ഥം കൃത്യമായി പഠിച്ചു വെക്കുക. ഇവിടെ അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസറായിട്ട് എന്ത് എഴുതാം? ഖൽബ് എന്ന് എഴുതിയാൽ മതി. ഇനി 2-ാമത്തെ ചോദ്യം എന്താണ്? ഇഖ്ലാസ് എന്നാൽ എന്ത്? ഇഖ്ലാസ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം കാണാൻ വേണ്ടി നമ്മൾ പേജ് നമ്പർ 6 2-ാമത്തെ പാഠം അതിലെ ഏകദേശം അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അപ്പോൾ അതാണ് അവിടെ ആൻസറായിട്ട് വരിക. ഇനി 3-ാമത്തെ ചോദ്യം എന്താ? അമൽ ലോകമാന്യത്തിന് വേണ്ടിയാവും എപ്പോൾ? അമൽ ലോകമാന്യത്തിന് വേണ്ടിയാകും എപ്പോൾ? അതിൻ്റെ ആൻസർ എങ്ങനെ കാണാം? നമ്മൾ നേരത്തെ പപ്പ പറഞ്ഞതിൻ്റെ തൊട്ടു അപ്പുറത്തത പറയുന്നു. എന്താണ്? ഒരു അമൽ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവരുത്. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അല്ലെങ്കിൽ അത് ലോകമാന്യത്തിന് വേണ്ടിയാകും. അപ്പോൾ നമ്മളിവിടെ ഉത്തരമായിട്ട് എങ്ങനെ എഴുതാം?
അമൽ അല്ലെങ്കിൽ ഒരു അമൽ മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവുമ്പോൾ എന്ന് എഴുതിച്ചാൽ മതി. ആവുമ്പോൾ എന്താവും? അത് ലോകമാന്യത്തിന് വേണ്ടിയാകും. ഇനി നാലാമത്തെ ചോദ്യം എന്താ? പരീക്ഷ എഴുതുന്ന നിങ്ങളിലുള്ള സൽസ്വഭാവത്തിൽ നിന്ന് 3 എഴുതാം. പരീക്ഷ എഴുതുന്ന നിങ്ങളിലുള്ള സൽസ്വഭാവത്തിൽ നിന്ന് 3 എഴുതാം. അത് ഓരോരുത്തരും അവരുടേതാണ് എഴുതി വെക്കേണ്ടത്. ഞാനിവിടെ നമ്മുടെ പാഠത്തിൽ കുറച്ച് സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചെണ്ണം നമുക്ക് നോക്കാം. 4-ാമത്തെ പേജിൽ സൽസ്വഭാവത്തിൽപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നന്മകൾ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത, പാപങ്ങൾ വെടിയുക, പ്രയാസങ്ങൾ സഹിക്കുക, മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരുള്ള കടമകൾ നിർവഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. ഇങ്ങനെ കുറേ സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 3 എഴുതാം. നിങ്ങളിൽ നിന്നുള്ള 3 എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ നിന്നുള്ള 3 സ്വഭാവങ്ങളാണ് എഴുതേണ്ടത്. ഇനി 5-ാമത്തെ ചോദ്യം, സൽസ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട് എന്ത്? സൽസ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു നബിയോട് എന്താണ് പറഞ്ഞത്? 1-ാമത്തെ പാഠത്തിൽ 3-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ്. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ആൻസർ വരിക? തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു. ഇനി 6-ാമത്തെ ചോദ്യം, സൽസ്വഭാവം എന്ന് പറയുന്നു എന്തിന്? സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അതിൻ്റെ ആൻസർ ലഭിക്കാൻ അതേ പാഠം തന്നെ 2-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ആൻസറാണ്. പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കെങ്ങനെ ആൻസർ ചെയ്താം? പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസിക അവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥക്കാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1-ാമത്തെ ചോദ്യം, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. ഏത്? ഉത്തരം ഖൽബ്. 2, ഇഖ്ലാസ് എന്നാൽ എന്ത്? ഉത്തരം അമൽ കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ്. 3, അമൽ ലോകമാന്യത്തിന് വേണ്ടിയാവും എപ്പോൾ? അതിൻ്റെ ഉത്തരം അമൽ മറ്റുള്ളവരെ കാണിക്കാനോ പ്രശംസക്കോ ആവുമ്പോൾ. 4-ാമത്തെ ചോദ്യം, പരീക്ഷ എഴുതുന്ന നിങ്ങളിലുള്ള സൽസ്വഭാവത്തിൽ നിന്ന് 3 എഴുതാം. ഇവിടെ ഉത്തരം നന്മ അധികരിപ്പിക്കുക, നല്ല വാക്ക് പറയുക, സംസാരം കുറക്കുക. 5, സൽസ്വഭാവത്തെക്കുറിച്ച് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട് എന്ത്? അതിൻ്റെ ഉത്തരം തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു. 6-ാമത്തെ ചോദ്യം, സൽസ്വഭാവം എന്ന് പറയുന്നു എന്തിന്? ഉത്തരം പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ്. 5-ാമത്തെ ആക്ടിവിറ്റി, അർത്ഥം എഴുതാം. ഒറ്റ ചോദ്യമുള്ളൂ. 1, അത്തഖ്വ ഹാഹുന. അതിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാനാണ്. നിബിതങ്ങൾ 3 പ്രാവശ്യം തൻ്റെ നെഞ്ചിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞതാണല്ലോ അത്തഖ്വ ഹാഹുന. എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം 9-ാമത്തെ പേജിൽ തദ്രീബാത്തിൽ ആദ്യ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് തഖ്വ. എന്താണ് പറഞ്ഞത്? ഇവിടെയാണ് തഖ്വ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരിക. അത്തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ. മദ്രസ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.